ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് റോൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് പേപ്പർ വാഴയിലകളാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തേക്ക് കാർഡ്ബോർഡ് റോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കതിൽ ജൂട്ട് ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളതിൽ ജൂട്ട് ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ നമ്മളതിൽ ജൂട്ട് ത്രെഡ് ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ പേപ്പർ വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. പേപ്പർ വാഴയില ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ആ മടക്കിലൂടെ എല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് റോൾ ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസുകളും റോൾ ചെയ്തെടുത്തു. ഇത് രണ്ടെണ്ണം ചേർത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ വാഴയിലയുടെ പീസ് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെക്കണം. അതെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അതെല്ലാം നമ്മൾ റോൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ വാഴയിലയിൽ നിന്നും ഇലകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ മടക്കി കൊടുത്ത് ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ പല വലിപ്പങ്ങളിലുള്ള ഇലകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് ഓരോന്നും നമുക്ക് ഇലകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളിലേക്കും ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കാർഡ്ബോർഡ് റോൾ ഒട്ടിച്ചെടുത്തതിന് ചുറ്റുമായിട്ട് തെർമോക്കോളിന്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കല്ലുകൾ കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിന്റെ ഇവിടെയായിട്ട് ടൂത്ത് പിക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് നമുക്ക് ആ ടൂത്ത് പിക്കിലേക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ കാർഡ്ബോർഡ് റോളിലേക്ക് ഇത് വള്ളി പോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് ചുറ്റി കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമുക്ക് അതിലേക്ക് ചുറ്റിയെടുക്കാം. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ നമ്മളതെല്ലാം ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ ഇലകളായി നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മളതിൽ ചുറ്റി കൊടുത്തിട്ടുള്ള വള്ളികളിലേക്കാണ് ഓരോ ഇലകളും നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ചെറിയ ഇലകൾ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ഓരോ ഇലകളിലും വെയിൻസ് ഒക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ കളർ പെയിന്റ് വെച്ച് ഇലകളിൽ നമ്മൾ ഇതുപോലെ വെയിൻസ് ഒക്കെ പെയിന്റ് ചെയ്തെടുത്തു. കാർഡ്ബോർഡ് റോളിനകത്തേക്ക് നമ്മൾ ചോളത്തിന്റെ തൊലി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിൽ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ.